നമസ്കാരം. ഇന്ന് പല സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു വിഷയം ആമമോതിരം. ആമയുടെ ഷേപ്പിലൊരു മോതിരം ഇറങ്ങിയിട്ടുണ്ട്. ആമമോതിരം ധരിച്ചാൽ മാറ്റം വരുമോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അതിനു മുന്നേ ആദ്യം പറയട്ടെ, നമ്മുടെ സംസ്കാരം തന്നെ എന്താണ് പറയുന്നത്? എന്താണോ നാം കർമ്മം ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് ലഭിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. അവശ്യമനുഭവോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം നാഭുക്തം ക്ഷീയതേ കർമ്മ കൽപ്പകോട്ടി ശതൈരപി. അവശ്യമനുഭവോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം. അവശ്യമായിട്ട് അനുഭവിച്ചേ പറ്റൂ, നോ മാറ്റർ വാട്ട്. ഇനിയിപ്പം ഇതൊരു കറണ്ട് പോലെയാണ്, അറിഞ്ഞു തൊട്ടാലും അറിയാതെ തൊട്ടാലും പൊള്ളും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ആ ലെവലിൽ തന്നെ ആ ചൂടോടുകൂടി തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു പ്രമാണമാണ് അവശ്യമനുഭവോക്തവ്യം. അപ്പോൾ കർമ്മം കർമ്മഫലം എന്നത് തന്നെയാണ് വസ്തുത. ഇവിടെ പലരിലും സംശയം ജനിച്ചു, ഈ കർമ്മഫലം നമുക്ക് ഒഴിവാക്കുവാനായിട്ട് ആമമോതിരം ധരിച്ചാൽ മതിയാകുമോ എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത. ആമമോതിരം ഭാഗ്യവർദ്ധനവിന് കാരണമാകുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇനി അത് ധരിക്കാമോ എന്നുള്ളതാണ്. ധരിച്ചാൽ ഒരു തെറ്റുമില്ല എന്നുള്ള വസ്തുതയും കൂടി മനസ്സിലാക്കുക. പണ്ട് ആമമോതിരം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഉത്തരമുണ്ട്. പണ്ടില്ലാത്തത് ഇപ്പോൾ ഉപയോഗിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ ഉപയോഗിക്കാം എന്നുള്ളതും ഉത്തരമുണ്ട്. പണ്ട് കാലങ്ങളിൽ ഒന്ന് ചിന്തിക്കുക, പണ്ട് കാലങ്ങളിൽ ഫോണില്ല, ഇന്ന് ഉപയോഗിക്കുന്നുണ്ടല്ലോ. പണ്ട് കാലങ്ങളിൽ MRI സ്കാൻ ഇല്ല, രാമൻ്റെയും കൃഷ്ണൻ്റെയും കാലത്ത് MRI സ്കാൻ ഇല്ലല്ലോ. അതിനെ കോട്ട് ചെയ്ത് ഇന്ന് നാം ഉപയോഗിക്കാതെയാണോ ഇരിക്കുന്നത്? തീർച്ചയായിട്ടും ഇല്ല. അപ്പോൾ ഇവിടെ ശാസ്ത്രത്തിലുള്ള ഒരു ബോധം, ശാസ്ത്രബോധം നമുക്ക് ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് നാം ശരിയായി ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ആമമോതിരം എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ദോഷം പോകും എന്ന് വിചാരിച്ച് ധരിക്കരുത് എന്നുള്ളതാണ് അഭിപ്രായം. അതായത് ഇത് ധരിച്ച് നമ്മൾ മാത്രമല്ല, ഇത് ധരിച്ച് ഓഫീസിൽ പോകുന്നു, ആരെങ്കിലും ഒരാൾ ചോദിക്കുന്നു ഇതെന്താണ് ധരിച്ചിരിക്കുന്നത്, ഇത് ഒരു ജ്യോത്സ്യൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ധരിച്ചാൽ പിതൃദോഷം പോവും, ഇല്ലെങ്കിൽ ഭാഗ്യം കൂടും, കോടീശ്വര യോഗം, ത്രികോണ കോടീശ്വര യോഗം. ഇന്ന് യൂട്യൂബിലൊക്കെ വളരെ ഫേമസ് ആണ്. ആരെങ്കിലുമൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തമ്പനെയിൽ കാണാം ത്രികോണ കോടീശ്വര യോഗം. കേട്ടിട്ട് കൂടിയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇത് ആൾക്കാരെ മുഴുവനും തെറ്റിദ്ധരിപ്പിച്ച് ജ്യോത്സ്യന്മാർക്ക് തന്നെ അറിയില്ല ഇത് ഇങ്ങനെയൊക്കെ യോഗം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇയാൾ ഓഫീസിൽ പറയുകയാണ് ഈ ആമമോതിരം ധരിക്കുകയാണെങ്കിൽ ഭാഗ്യം വരും കേട്ടോ എന്ന്. ഇനി അദ്ദേഹത്തിൻ്റെ സത്പ്രവർത്തിക്ക് അദ്ദേഹത്തിന് പ്രൊമോഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ വിചാരിക്കും ഇതാ കണ്ട ആമമോതിരം ധരിച്ചു, അടുത്ത ദിവസം അയാൾക്ക് പ്രൊമോഷൻ ലഭിച്ചു, ഇനിയിപ്പോൾ ഞാനും ആമമോതിരം ധരിക്കാം. ഇങ്ങനെ പലതരത്തിലും പ്രചരണങ്ങൾ നടന്ന് അനാചാരം പെരുകും എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത. ധരിക്കണ്ട എന്ന അഭിപ്രായമില്ല, പക്ഷെ ധരിക്കുമ്പോൾ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ധരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പിതൃശാപവും മാതൃശാപവും മുതലായ വിഷയങ്ങളെല്ലാം പോകും എന്നുള്ളത് ചിന്തയോട് കൂടി ധരിക്കരുത് എന്നുള്ളതാണ്. കാരണം സെൻറ്റിമെൻ്റ് കൊണ്ട് നാം പല പ്രവർത്തികളും ഇഷ്ടപ്പെട്ട പ്രവർത്തികളെല്ലാം ചെയ്യും. സെൻറ്റിമെൻ്റ് ഉണ്ട് മനുഷ്യന്. സെൻറ്റിമെൻറ്റും ശാസ്ത്രവും യുദ്ധം ചെയ്താൽ സെൻറ്റിമെൻറ്റ് മാത്രമേ ജയിക്കുകയുള്ളൂ. കാരണം സെൻറ്റിമെൻ്റാണ് മനുഷ്യന് ഏറ്റവും പ്രിയപ്പെട്ടത്. അപ്പോൾ എനിക്കിഷ്ടമുണ്ട്, ആമമോതിരം ധരിക്കുന്നു, എനിക്കിഷ്ടമാണ്, അതിൻ്റെ ഷേപ്പ് ഇഷ്ടമാണ്, വെള്ളിയിൽ ഒരു മോതിരം ധരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഒരു തെറ്റുമില്ല. അതിന് ആർക്കും ഒരു ദോഷവും വരാൻ പോകുന്നില്ല, ഒരൊറ്റ ദോഷം വരാൻ പോകുന്നില്ല. പക്ഷേ ഈ ഒരു ചിന്തയോടുകൂടി ധരിച്ച് കൂടെയുള്ള സമൂഹത്തിൽ ആ ചിന്തയെ പെരുക്കി ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞ്, ഇല്ലെങ്കിൽ മക്കൾ കാണുമ്പം അച്ഛന് ദോഷം പോകാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ധരിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ ആ ഒരു ചിന്തയെ വരുത്തി അങ്ങനെ പോകുമ്പോഴാണ് ഇതെല്ലാം പ്രശ്നമായിട്ട് തീരുന്നത്. ഇന്നലെ ചെയ്തൊരബദ്ധം ഇന്നത്തെ ആചാരമാകും, നാളത്തെ ശാസ്ത്രമിതാകാം, അതിൽ സമ്മതം മൂളായികരാജൻ. എല്ലാ എപ്പിസോഡിലും ഈ ഒരു ശ്ലോകമായിരിക്കും, മിക്കവാറും എല്ലാ എപ്പിസോഡിലും ഈ ഒരു ശ്ലോകം നിങ്ങൾ കേട്ട് ശീലിച്ച് കാണും. കാരണം ഇത് ഏവരും പഠിക്കേണ്ട ഒരു 2 വരി ശ്ലോകമാണ്. ഇന്നലെ നാം ഒരു അബദ്ധം കാണിച്ചു, അത് കുറച്ച് ദിവസം അത് പ്രാക്ടീസ് ചെയ്തു, അതൊരു ആചാരമായി മാറി. നാളെ
ഇത് തന്നെയാണ് ശാസ്ത്രം എന്ന് വരും തലമുറ പറയും. അത് അനാചാരമാണെങ്കിലും അത് തന്നെയാണ്, ആചാരമാണെങ്കിലും സദാചാരമാണെങ്കിലും അത് തന്നെയാണ്. അപ്പം നല്ല ആചാരം ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ നല്ലത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമസ്കാരം.